നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ സാക്ഷാൽ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഭഗവാൻ നിങ്ങളിലേക്ക് നൽകാൻ പോകുന്ന അത്ഭുതകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഭഗവാന്റെ അനുഗ്രഹം അത്രമേൽ നിങ്ങൾക്ക് ഉള്ളതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുള്ളത് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ തീർച്ചയായും ഈ അധ്യായം അത് പൂർണ്ണമായും കേൾക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതൊരു സാധാരണ വീഡിയോ അല്ല. നിങ്ങളുടെ ജീവിതവുമായി അത്രമേൽ ബന്ധപ്പെട്ട ഭഗവാനുമായി ബന്ധപ്പെട്ട സൂചനകൾ തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുന്നത്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാകും, അതായത് എത്ര തന്നെ പരിശ്രമങ്ങൾ നടത്തിയാലും വിജയിക്കാത്തതായ ചില കാര്യങ്ങൾ. എന്നാൽ അതിൻ്റെ സമയമാവുകയാണ് എങ്കിൽ അത് നടക്കുകയും ചെയ്യും. എത്ര തന്നെ പ്രാർത്ഥിച്ചിട്ടും നടക്കാത്തതായ ചില കാര്യങ്ങൾ നടക്കുന്നതിനുള്ള സമയമാകുമ്പോഴും ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് ധനപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷമകരമായ സാഹചര്യങ്ങൾ, തൊഴിൽ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള അകാരണമായ ചിന്ത, ഇത്തരം കാര്യങ്ങളാകാം. ഇത്തരത്തിൽ മനസ്സിൽ പലവിധ ഭാരങ്ങൾ കൊണ്ട് നടക്കുന്നവർ കൂടിയായിരിക്കാം നിങ്ങൾ. എന്നാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഭഗവാൻ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകാൻ പോകുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ ഒരുക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഭഗവാനെ വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അത് മാറ്റമായി കടന്നു വരും. അത്ഭുതമായി അത് ജീവിതത്തിൽ കടന്ന് വരിക തന്നെ ചെയ്യും. അത്തരമൊരു ശുഭവാർത്തകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അസാധ്യമായ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് കാര്യസാധ്യത്തിലേക്ക് വഴിമാറാം. പരിഹാരങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. ഇതെല്ലാം ജീവിതത്തിൽ പലർക്കും അനുഭവപ്പെടുന്ന സാഹചര്യമാണ്. ഈ വീഡിയോയിലൂടെ ഭഗവാൻ എന്താണ് അർത്ഥമാക്കാൻ പോകുന്നത്, നൽകുന്ന സന്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു യാദൃശ്യമായി നിങ്ങളിലേക്ക് വന്ന് ചേർന്നതല്ല. ഭഗവാൻ നിശ്ചയിച്ച പ്രകാരം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഇവിടെ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളുടെ പുറകിലും ഭഗവാന്റെ ചില സന്ദേശങ്ങൾ, രഹസ്യ സന്ദേശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. അതിനു മുന്നോടിയായി ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. മനസ്സിലുള്ള എല്ലാ ചിന്തകളും ടെൻഷനുകളും ഒഴിവാക്കി മനസ്സ് ഏകാഗ്രമാക്കി ഭഗവാനെ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ എനിക്ക് വരാനുള്ള ശുഭകാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നൽകി അനുഗ്രഹിക്കണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഏവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ഭഗവാന്റെ ഈ വിശേഷപ്പെട്ടതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം അല്ലെങ്കിൽ വല്ലാതെ നിങ്ങളെ ആകർഷിച്ച ഭഗവാന്റെ ഒരു ചിത്രമാണ് എങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന, ഭഗവാന് മുൻപിൽ നിങ്ങൾ വയ്ക്കുന്നതായ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദുഃഖം അത് ഒഴിഞ്ഞു പോകണം എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ കാര്യങ്ങൾ എഴുതാം. അപ്പോൾ ആദ്യത്തെ ഭഗവാന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തത് എങ്കിൽ അതൊരു സാധാരണ കാര്യമല്ല. അത് ദൈവികമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഭഗവാന്റെ ഒരു
ആഗ്രഹം തന്നെയായിരുന്നു എന്ന് പറയാം. പ്രധാനപ്പെട്ടതായ സന്ദേശങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതായ ചില കാര്യങ്ങൾ തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ സമയം നിങ്ങളോട് പറയുകയാണ് എങ്കിൽ, വളരെ കാലങ്ങളായി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വിഷമതകൾ ഉണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികൾ മൂലം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ മൂലം, ചില ചിന്തകൾ മൂലം മാനസികപരമായ സമ്മർദ്ദങ്ങൾ അനുഭവിച്ച് പോരുന്നവരാകാം നിങ്ങൾ. പലപ്പോഴും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന ചിന്ത പോലുമുണ്ട്. പല കാര്യങ്ങളും നിങ്ങളെ അത്രമേൽ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമുണ്ട്. അതൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളാകാം. എന്നാൽ നിങ്ങളുടെ മനസ്സ് നോക്കുകയാണ് എങ്കിൽ അത് ശുദ്ധമാണ്. മറ്റുള്ളവർക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന നല്ല മനസ്സുള്ളവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പരിശ്രമത്തിന്റെ ഫലമായി ലഭിക്കുന്ന കാര്യങ്ങൾ വേഗത്തിലാകണം എന്നില്ല. അല്പം കാലതാമസം എടുത്തതിന് ശേഷമാണ് പല കാര്യങ്ങളും നടക്കുന്നത്. പലപ്പോഴും നിങ്ങൾ അത്രമേൽ വിശ്വസിച്ച ചില വ്യക്തികളിൽ നിന്ന് പോലും മോശം അനുഭവങ്ങൾ, നിരാശ, ചതി സംഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഭഗവാൻ നൽകുന്നതായ പ്രധാനപ്പെട്ട സന്ദേശം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ദുഃഖപൂരിതമായ കാര്യങ്ങൾക്ക് ഒരു പര്യവസാനം സംഭവിക്കുന്നു എന്നുള്ളതാണ്. വളരെ കാലങ്ങളായി അനുഭവിച്ചു പോന്നിരുന്ന ചില പ്രയാസങ്ങൾ പതിയെ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നതും വാസ്തവമാണ്. ധനപരമായ കാര്യങ്ങൾ ഒരു മാറ്റം സംഭവിക്കണം എന്ന ആഗ്രഹം സാധ്യമാകുന്ന സമയമാണ്. നിങ്ങൾക്ക് വളരെ കാലമായുള്ള പല ആഗ്രഹങ്ങളുമുണ്ട്. ജീവിതത്തിൽ നടക്കാൻ പോകുന്നതായ ചില കാര്യങ്ങൾ അത്തരത്തിൽ അനുകൂലമാകാം. ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യം അനുകൂലമാകാം, ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിദേശത്തേക്ക് പോകുവാനുള്ള തടസ്സപ്പെട്ട അവസരങ്ങളാകാം. അത്തരം ചില സൂചനകളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അതായത് പുതിയ ചില കാര്യങ്ങൾ, അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന സൂചനയാണ്. എന്നാൽ അതിനു മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളെ പല വിധത്തിലും ആ ഭഗവാൻ, ആ ശക്തി പരീക്ഷിച്ചു എന്ന് വരാം. ആ പരീക്ഷണ കാലത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ഭഗവാൻ പ്രദാനം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നത് ഒരു പരീക്ഷണകാലം തന്നെയാണ്. എന്നാൽ സാക്ഷാൽ ഭഗവാൻ പറയുന്നത്, നീ ഒരിക്കലും വിഷമിക്കരുത് എന്നതാണ്. കാരണം നിന്റെ പ്രാർത്ഥന തന്നെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് എന്ന സന്ദേശം ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാം. ഭഗവാന്റെ അനുഗ്രഹ ഫലമായി ഒരു സന്തോഷകരമായ അല്ലെങ്കിൽ ശുഭത്വം നിറഞ്ഞ വാർത്തകൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന 2 മാസത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 2 മുതൽ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ചില കാര്യങ്ങളിൽ ഒരു പുരോഗതി കടന്നു വരാം. തൊഴിൽ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതുമാകാം. കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നതായ വിഷമകരമായ സാഹചര്യങ്ങൾ, ഐക്യമില്ലാത്തതായ അവസ്ഥ, പ്രശ്നങ്ങൾ, അത് പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ഉത്തരം നൽകുന്നവരായി മാറാം. സഹായം ചെയ്യുന്ന വ്യക്തികളാകാം, ആത്മാർത്ഥ സുഹൃത്തിന്റെ രീതിയിലേക്ക് ഉയരുവാൻ സാധിക്കുന്ന വ്യക്തികളാകാം. ചിലപ്പോൾ അതൊരു സഹപ്രവർത്തകനാകാം, അല്ലെങ്കിൽ സുഹൃത്താകാം. വളരെ കാലങ്ങൾക്ക് ശേഷം തിരികെ വരുന്ന ഒരു സുഹൃത്താകാം,
അല്ലെങ്കിൽ ജീവിത പങ്കാളിയാകുവാനും സാധ്യത കൂടുതലാണ്. എന്നാൽ ഈ വരവ് നിങ്ങളുടെ ജീവിതം അത്രമേൽ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് രൂപപ്പെടുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹങ്ങളുണ്ട് എങ്കിലും മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ടാകാം. വളരെയധികം പ്രാർത്ഥിച്ച് നടക്കണം എന്ന് അത്രമേൽ പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന ഈ ഒരു ആഗ്രഹം അത് അനുകൂലമാകുവാൻ, ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ അത് പെട്ടെന്ന് സാധ്യമാകുമോ എന്ന സംശയമുണ്ട്. അതായത് ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമായത് ക്ഷമയാണ്, വിശ്വാസമാണ്. ഭഗവാനിലും ആ പ്രവൃത്തിയിലും വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകണം. നിങ്ങൾ സാക്ഷാൽ ഗുരുവായൂരപ്പനെ എപ്പോഴും വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് പതറാതെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കും. നിങ്ങൾ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ ഭഗവാൻ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചു എന്ന് വരാം. അത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതുമാണ്. അത് തുടരുക തന്നെ ചെയ്യും. ഈ സമയം തീർച്ചയായും വളരെ ലളിതമായ ചില കാര്യങ്ങൾ പരാമർശിക്കാം. അതിരാവിലെ തന്നെ ഉണർന്ന് ഭഗവാനെ നിങ്ങൾ വന്ദിക്കേണ്ടതാണ്. വിളക്ക് തെളിയിച്ച് വന്ദിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, ഗുരുവായൂർ ക്ഷേത്രത്തിലെല്ലാം ദർശനം നടത്താം. മനസ്സിന് ശാന്തിയും പോസിറ്റീവായ ഊർജം, നഷ്ടപ്പെട്ടു പോയതായ പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനാൽ തീർച്ചയായും ഈ സമയം ഗുരുവായൂരപ്പൻ പറയുന്നതായ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകടമായ മാറ്റത്തിനുള്ള അവസരങ്ങൾ കടന്നു വരുന്നു എന്നും, നീ എന്നെ വിശ്വസിച്ചതിൽ നീ വിശ്വാസം കൈവിടാതെ നിന്നതിലുള്ള ആ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ ഉറപ്പായും വന്നു ചേരും എന്ന സൂചന തന്നെയാണ് ഭഗവാൻ നൽകുന്നത്. ബുദ്ധിമുട്ടുകൾക്ക് അവസാനമില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുകയും ഭഗവാൻ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിച്ചു തരുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളെയും മുൻകൂട്ടി കാണുന്ന ഒരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾക്ക് കടന്നു പോകുവാനുള്ള അവസരമാണ് ഭഗവാൻ ഈ സമയം നൽകുക. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. തീർച്ചയായും ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. അതിനാൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സാമ്യമുള്ളതായ കാര്യം നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് നീങ്ങണം. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ മനസ്സ് ഈ ചിത്രത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് അത് ദൈവികമായ ഒരു സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണം, നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയണം എന്ന ഭഗവാന്റെ ഇച്ഛ തന്നെയാണ്. അപ്പോൾ ആ സന്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നിങ്ങൾക്ക് അത് ജീവിതത്തിലും തുടരുവാൻ സാധിക്കുന്നുണ്ട്. കാരണം നല്ല മനസ്സാണ് നിങ്ങൾക്കുള്ളത്. അത് തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കുവാൻ സഹായകരമായിട്ടുള്ളത്. കാരണം മറ്റുള്ളവരെ സഹായിക്കാൻ പോലും യാതൊരു വിധത്തിലും മടിയില്ലാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിൽ സഹായിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ്. ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ പ്രവൃത്തിയുടെ ഫലമായി ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്താണോ ലഭിക്കേണ്ടത്, ആ കാര്യങ്ങൾ പലപ്പോഴും ലഭിച്ചിട്ടില്ല എന്നത് നിങ്ങളുടെ വിഷമത്തിന് കാരണമായിട്ടുണ്ട്. പലതും നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അനുകൂലമായി തീർന്നിട്ടില്ല എന്നത് വാസ്തവമാണ്.
പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹമായ ലഭിച്ചില്ല എന്ന് ചില വ്യക്തികൾ പോലും നിങ്ങളോട് പറയുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ എപ്പോഴും ഭാഗ്യം അടഞ്ഞിരിക്കില്ല, അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ഭാഗ്യം അത് ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പല തടസ്സങ്ങളും. നല്ലത് ചെയ്യണം എന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് നീങ്ങിയാലും അതിനു പോലും സാധിക്കാത്തതായ അവസ്ഥ. എന്നാൽ ഇനി പതിയെ അതെല്ലാം ജീവിതത്തിൽ നിന്നും അകന്ന് തുടങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഉടനെ ആ കാര്യം സംഭവിക്കണം എന്നില്ല. പതിയെയായിരിക്കും ജീവിതത്തിൽ നിന്നും ആ കാര്യങ്ങൾ മാറി തുടങ്ങുക. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വിധത്തിലും സാഹചര്യങ്ങൾ അനുകൂലമാകാൻ പോവുകയാണ്. ചിലത് തൊഴിലുമായി ബന്ധപ്പെട്ടാകാം, ചില ശുഭ വാർത്തകളുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതാണ്. വളരെ കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് ഒരു തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത പോലുമാകാം. ധനപരമായ പുരോഗതി അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. പലപ്പോഴും നിങ്ങൾക്ക് പണം കൈകളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. എന്നാൽ ആ പണം നിങ്ങളുടെ കൈകളിൽ നിലനിൽക്കുന്നുണ്ടോ എന്നത് സംശയമുള്ള കാര്യമാണ്. 100 വന്നാൽ 200 ചെലവ്, 1000 രൂപ വന്നാൽ 2000 ചെലവ്. ഇത്തരത്തിൽ പല രീതിയിലും ചെലവുകൾ നിങ്ങളെ തളർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ നിന്നും ഒരു അല്പം മാറ്റങ്ങൾ വന്നു ചേരാം. കാരണം നിങ്ങളുടെ പരിശ്രമങ്ങൾ അത് വെറുതെയാകില്ല എന്നതാണ് വാസ്തവം. ഒരു സൂചന നിങ്ങൾക്ക് അപ്രകാരം ലഭിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാനസികപരമായ വ്യഥകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട പല വിഷമതകളും അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരാം. ചിലർക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. ചിലർക്ക് ദീർഘകാലമായി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ നിലനിന്നിരുന്ന ഒരു ഭയം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ആ ഭയം ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം സാക്ഷാൽ ഭഗവാൻ തന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പല കാര്യങ്ങളും സഹിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ എന്നാണ്. അത് ഭഗവാൻ കണ്ടില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടുള്ളതല്ല. നിന്നെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നീ എന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോയതിന്റെ ആ പരീക്ഷണകാലം തരണം ചെയ്തതിന്റെ ഫലമായി നിന്നിലേക്ക് അർഹതപ്പെട്ട ചില കാര്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു സന്തോഷകരമായ അല്ലെങ്കിൽ മനസ്സിനെ തണുപ്പിക്കുന്ന ചില വാർത്തകൾ നിങ്ങളിലേക്ക് വന്ന് ചേരാം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ തന്നെ പ്രകടമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ചിലർക്കത് വിവാഹവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ ചിലർക്കത് സന്തോഷകരമായ അപ്രതീക്ഷിതമായ വാർത്തകളുമായിരിക്കും. വളരെ കാലങ്ങളായി നിങ്ങൾക്ക് നല്ല ബന്ധം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലൊരു ബന്ധം കടന്നു വരാൻ സാധ്യത കൂടുതലുള്ളവരാണ്. സന്തോഷകരം അല്ലെങ്കിൽ മനസ്സിൽ സന്തോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ടതായ കാര്യം പുതിയ അവസരങ്ങൾ തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ സമയം ഒരു അവസരമായി കടന്നു വരുന്നു എന്നുള്ളതാണ്. ഭഗവാൻ ചില കാര്യങ്ങളിൽ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യും. ആ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി മാറും.
അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന സംശയമുണ്ട് എങ്കിൽ സ്വീകരിക്കുക തന്നെ വേണം. അത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായി തന്നെ, സൗഭാഗ്യമായി തന്നെ മാറും. അവസരങ്ങളാണ് കടന്നു വരിക. ആ അവസരങ്ങൾ ഒരിക്കലും ചെറുതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളതല്ല. ലാഘവത്തോടെ ഒരു കാര്യത്തെയും എടുക്കരുത്. കാരണം ഭഗവാൻ നിങ്ങൾക്ക് ഈ സമയം വളരെ അനുകൂലമായ പല കാര്യങ്ങളുമാണ് നൽകുന്നത്. ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു അനുകൂലാവസ്ഥയിലേക്ക് കടക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ അത് അല്പം വൈകിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അതിന്റെ അർത്ഥം അതൊരിക്കലും നടക്കില്ല എന്നല്ല. ആഗ്രഹങ്ങൾ വൈകിയാലും അത് നടക്കും എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ സമയം നിങ്ങൾക്ക് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമാണ് ആവശ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ അല്പം ക്ഷമയോടെ കാത്തിരിക്കേണ്ടതും അനിവാര്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാൻ അഥവാ ഗുരുവായൂരപ്പൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത്. ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥനയാണ്, മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ഭഗവാൻ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ശരിയായ സമയം കടന്നു വരുമ്പോൾ തീർച്ചയായും ആ അനുഗ്രഹം നിങ്ങളിൽ കൃത്യമായി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഭഗവാൻ പറയുന്ന കൃത്യമായ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുകൂല സാഹചര്യം അല്ലെങ്കിൽ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വാസത്തോടെ മുന്നേറുകയാണ് ഈ സമയം ചെയ്യേണ്ടത്. ആത്മീയപരമായ ഫലം നിങ്ങളിലേക്ക് കടന്നു വരും. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഓരോ നിമിഷവും ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാനെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും പൂർണ്ണമായ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കണം, നെഗറ്റീവായ കാര്യങ്ങൾക്ക് വിട നൽകണം. തീർച്ചയായും ഭഗവാനെ നിത്യവും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ തീർച്ചയായും പ്രകടമാവുക തന്നെ ചെയ്യും. അത് വരുന്ന ദിവസങ്ങളാണ് ഇനി മുൻപിലുള്ളത്.